ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ അതേ ഇന്നൊരു പിറന്നാളിന് പോവാനുള്ള ഒരുക്കാണ്. അപ്പോൾ ഇതാൻ പോകുന്ന ചുരിദാർ കേട്ടോ. ഇതേ മൂത്ത ആളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ആളിന്ന് സുന്ദര കുട്ടപ്പത്തിയായിട്ട് വേഗം ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ആൾ ഇതേ ഇന്നിപ്പോൾ നിലവിളി ബഹളമൊക്കെ കഴിഞ്ഞ് ആളിപ്പോഴാണ് ആളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആൾ വാച്ചൊക്കെ കെട്ടി. ഇന്ന് ആൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഇല്ല, കാരണം ഡ്രസ്സ് കുത്തുന്ന കാരണം ആൾക്ക് വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് തന്നെ പറയും. കുറേ വാശി ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇന്നധികം മേക്കപ്പിനൊന്നും പോയിട്ടില്ല, കാരണം ദേഷ്യം വന്ന കാരണം കേട്ടോ. ഇതാണ് ഞാനിടാൻ പോയ ചുരിദാർ, ഇട്ട ചുരിദാർ. ഇത് കുർത്തി തൃശ്ശൂർന്ന് മേടിച്ചതാണ്. അടിപൊളി ചുരിദാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കളറും പേസ്റ്റൽ ഷെയ്ഡായ കാരണം ഞങ്ങളപ്പോഴത്തേ ഇറങ്ങാണ്. ഞങ്ങളിന്ന് പോകുന്നത് ചരിത്രപ്രസിദ്ധമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ദേശത്തേക്കാണ്. അതായത് കുഞ്ഞുകുട്ടൻ എന്ന് മീൻസ് മാടമ്പിൽ കുഞ്ഞുകുട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മരിച്ച മാടമ്പിൽ കുഞ്ഞുകുട്ടൻ ആനവിദ്വ. അപ്പോൾ എൻ്റെ അമ്മാനച്ഛൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മാടമ്പിലെയാണ്, ആൾ കുഞ്ഞുകുട്ടൻ്റെ ബന്ധുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആ ഭാഗത്തൊരു പിറന്നാളുണ്ട്. പേലൂര് കിരാലൂർ ഭാഗത്താണ് അച്ഛൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറ്റിമുക്ക് വഴിയാണ് പോകുന്നത്. കുറ്റിമുക്ക് വഴി പോകുമ്പോൾ ഞങ്ങൾക്ക് കുറേ മെമ്മറീസ്, എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രസീലിൻ്റെ ആരവൊക്കെ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ ബ്രസീൽ തോറ്റതൊന്നും ഇവിടെയുള്ളവർ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതേ കണ്ടില്ലേ, അവർ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അർജൻറ്റീനയുടെ ഫ്ലക്സാണ് ഇപ്പോൾ എല്ലായിടത്തും കാണാറ്. ഇത് ബ്രസീലിലെ ഫ്ലക്സാണ് ഇവിടെ കണ്ടത് കേട്ടോ. കുറ്റിമുക്ക് പാടത്തേക്കൂടെ പോകുമ്പോൾ കുറേ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ മോർണിംഗ് വാക്ക്, അതായത് കൊറോണ ടൈമിൽ മോർണിംഗ് വാക്കിന് പോയിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കുറ്റിമുക്ക് പാടം. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ രാവിലെ വരികയാണെങ്കിൽ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. കിളികളുടെ കൊഞ്ചലും അതേപോലെ ജോഗിങ്ങിന് പോണ ആൾക്കാർ, ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും. നല്ലൊരു വൈബാണ്. നിങ്ങൾ രാവിലെ വന്ന് നോക്കണം കേട്ടോ. അതുപോലെ ഇവിടെ വന്നിരിക്കുക, ഇപ്പോൾ ഇവിടെ കുറേ വന്നിരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മഴയായ കാരണം എല്ലായിടത്തും നന്നായി പച്ചപ്പും ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. വേനൽക്കാലമായാലും വേനൽക്കാലമായാലും അടിപൊളി നല്ല വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ കുറ്റിമുക്ക് പാടം. എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ വരാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം ഫ്രണ്ട്സോ ഫാമിലിക്കോ ആയിട്ട് വന്നിരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത് പോകാൻ പറ്റും. കുറച്ച് നേരം കുട്ടികളായിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും നമുക്ക് കുറച്ച് നേരം നല്ല എൻജോയ് ഫ്രഷ് എയർ ശ്വസിക്കണമെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ നല്ല ഭംഗിയില്ല. അപ്പോൾ പിന്നെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ കടകളിൽ കുറേ ജ്യൂസും അതേപോലെ ബജ്ജിക്കട, ചായക്കട, അതേപോലെ കുറേ കടകൾ ഈ ഭാഗത്ത് തുടങ്ങാറുണ്ട് കേട്ടോ. ഇപ്പോൾ മഴക്കാലമായ കാരണം തോന്നി ഇപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ കച്ചവടമൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ രാവിലെ ഉച്ചയാവറയിന് ഞങ്ങൾ പോയപ്പോൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതേ ഞങ്ങളിതേ കുറ്റിമുക്ക് കഴിഞ്ഞു. കുറ്റിമുക്ക് അമ്പലമൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഈ യാത്ര മാത്രമുള്ളൂ, സ്ഥലത്ത് എത്തണില്ല. പക്ഷേ സ്ഥലത്തേക്ക് ഇത്തിരി ദൂരം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വേരൂലെത്തണം. അപ്പോൾ അതേ കൊട്ടേക്കാട് എത്തിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ ഒരു വീട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ അവളെ ഓർത്തു. എന്ന് ഈ വഴി പോകുമ്പോഴും ഞാൻ അവളെ ഓർക്കാറുണ്ട് കേട്ടോ. അവളെ ശരിക്കും ഞാൻ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഓ സ്വീറ്റി, നീ ഇത് മറന്നിട്ടില്ലല്ലോ ഈ വഴിയിൽ നിന്ന്. ഞാൻ ഒരിക്കലും മറക്കാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴി പോകുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ മഴക്കാരിങ്ങനെ കാണാനുണ്ട്, പക്ഷേ ചെറിയൊരു വെയിലും കാണാനുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്, പോയിട്ട് എത്തണില്ല. അപ്പോൾ മോൾക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്, ഇതെന്താ എത്താറായില്ലേ, കുറേ നേരമായില്ലോ എന്ന് ചോദിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുത്തുന്ന ഡ്രസ്സ് അവൾ പരമാവധി ഇടാറില്ല. ഞാനങ്ങനെ ഇടിക്കാറുമില്ല. ചെറുപ്പത്തിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നല്ലാണ്ട് ഇപ്പോൾ അവളങ്ങനെ ഇടാറുമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ടാണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ കുത്തുന്ന ഡ്രസ്സ് ഇടാൻ മടിയുള്ള ആൾക്കാർ? എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ ഇവള്. എൻ്റെ മൂത്തോൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തോളം അങ്ങനെ കുത്തണ ഡ്രസ്സ് അങ്ങനത്തെ ഇടില്ല. സാധാരണ അവൾ ഇടുക വല്ല ജീൻസ് ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, ട്രൗസറൊക്കെയാണ് മെയിനായിട്ട് ആൾക്ക് ഇടുള്ളൂ. പിന്നെ കോട്ടൻ്റെ ഉടുപ്പുകളൊക്കെയാണ് ഇടുക. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് കോട്ടൻ്റെ ഉടുപ്പ് ഇടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വേഷം ഇടിച്ച് കൊണ്ടുപോയത്. പക്ഷേ ഈ വേഷം ഇടിച്ച് കൊണ്ടുപോയത് നാൾ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക ഞങ്ങളുടെ കൂടെ വന്നത്. വേഗം പരിപാടി കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു പോരണം എന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെട്ടെന്നൊന്നും ഞങ്ങൾ വരാൻ പറ്റില്ല. അപ്പോൾ അതേ ഞാൻ അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കുറേ പേര് എൻ്റെ ചാനൽ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കുറച്ച് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഭഗവാനെ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങോട്ട് കടക്കാൻ നിൽക്കാതെ മാടമ്പിൽ കുഞ്ഞുകുട്ടൻ്റെ വഴിയിലേക്ക് കടന്നു. ഞങ്ങളങ്ങനെ ഫൈനലി മാടമ്പിൽ കുഞ്ഞുകുട്ടൻ്റെ വഴിയല്ല വേലൂർക്ക് കടന്നു. അപ്പോൾ ഞാൻ ഈ വഴി പോകുമ്പോൾ അമ്മ അങ്ങനെ പറയും, പണ്ട് ഇവിടെ നിന്നും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും റോഡൊന്നും ഉണ്ടാകുന്നില്ല, കാട് പിടിച്ച് കിടക്കായിരുന്നു. രാവിലെ വന്ന് വൈകുന്നേരം പോണ രീതിയിലാണ് ഞങ്ങൾ വരിക. അങ്ങനെ ഇങ്ങനെ അമ്മ കുറേ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഫൈനലി പറഞ്ഞാളുകാരൻ്റെ വീട് എത്താറായിട്ടോ. അവിടെ എത്താറായപ്പോഴത്തേക്കല്ലേ അത്യാവശ്യം കാറുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ
അവിടെ ചെന്നു സദ്യയൊക്കെയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് വീട്, പിറന്നാളുകാരൻ്റെ വീട്. 100ാമത്തെ പിറന്നാളായിരുന്നു, ചേട്ടൻ്റെ അമ്മാവൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അതായത് ഞായറാഴ്ചയായിരുന്നു പിറന്നാൾ. എനിക്ക് വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പാടും ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ പിറന്നാളൊക്കെ കഴിഞ്ഞു, സദ്യയൊക്കെ കഴിഞ്ഞതേ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഒരു 1:30-2 മണിയായി ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കേട്ടോ. കുറച്ച് നേരം വൈകി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങാൻ. അപ്പോൾ എനിക്ക് ഈ പച്ചപ്പും ഹരിതപ്പൊക്കെ കണ്ട നല്ല രസമാണ്. അവിടെ കുറേ പിള്ളേർ പോയിട്ട് മറ്റേ എസ്തറ്റിക് സൈസ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ. കാരണം പച്ചപ്പും പുൽമേടും എല്ലാം ഉണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, മഴയും ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചെറിയ മഴയൊക്കെ ചാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പോകുന്ന വഴിയിൽ കുറച്ച് മഴയും കിട്ടിയിട്ടോ. ഇത് എല്ലായിടത്തും പാടം ഇങ്ങനെ പച്ചപ്പരന്തത്തേ എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ തിരിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് കേട്ടോ. അത് നാനൂസിൻ്റെ അവിടെ എത്തി. നാനൂസ് വീണ്ടും തുറന്നു തോന്നുന്നു. മറ്റേ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ ഗ്യാസ് വീണ്ടും തുറന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ മുക്കാട്ടര വഴിയാണ്, ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ മുക്കാട്ടര വഴിയാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. ടൗൺ ടച്ച് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം വന്നത്, ചെമ്പൂക്കാവ് വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക, കാടും പടലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളൊക്കെ ആൾക്കാരൊക്കെ സൂക്ഷിക്കാൻ, മാമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ പച്ചപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പരമാവധി വെട്ടിക്കളയാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുക്കാട്ടര വഴിയെന്ന് ഞാൻ പറഞ്ഞു. മുക്കാട്ടര വഴിയിൽ അത്യാവശ്യം കാടും പടലും എല്ലാം ഉണ്ട്. തിരിച്ചുള്ള യാത്രയിലാണ്, തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി, കാരണം പായസമൊക്കെ കുടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഷുഗർ കട്ടായിരുന്നു. ഇന്നലെയാണ് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ് പായസം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിച്ചു. നല്ല മത്ത് പിടിച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.